ജാഫർ സ്ക്രീൻഷോട്ട് കേസിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ റിബേഷ് രാമകൃഷ്ണൻ, അതോടൊപ്പം മനീഷ്, അതുൽ എന്നിവരെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആരാണ് ഈ സ്ക്രീൻഷോട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? ജാഫർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ച് വളരെ ദുരൂഹതകൾ നിലനിന്നിരുന്നു, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു. ദിലിഷ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ദിലിഷ, പറയൂ. ഗോപികൃഷ്ണൻ, ഈ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ഏകദേശം 11:15 കൂടി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. അതിൽ ഈ മനീഷും അതുലും റെഡ് വളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ്. മനീഷും അതുലും എന്നാണ് SIT സംഘം അറിയിച്ചിരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുക തന്നെയാണ് പ്രധാന ലക്ഷ്യം. കാരണം ഈ റിബേഷിന് സ്ക്രീൻഷോട്ട് നൽകിയതെന്ന് കരുതുന്ന ജിതിൻ ഭാസ്കറിനെയും കഴിഞ്ഞ ദിവസം തന്നെ SIT സംഘം ചോദ്യം ചെയ്തതാണ്. മാത്രമല്ല, ഈ ഇടത് സൈബർ ഗ്രൂപ്പുകളിലെ ഇടത് സൈബർ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചെല്ലാം ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഇടത് സൈബർ ഗ്രൂപ്പുകളിലെ അഡ്മിന്മാർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് അമ്പാടിമുക്ക് സഖാക്കൾ, അതുപോലെ തന്നെ പോരാളി ഷാജി എന്നീ അഡ്മിനുകൾക്കൊക്കെയാണ് SIT സംഘം ചോദ്യം ചെയ്യുന്നതിനായിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്ക്രീൻഷോട്ട് ഈ ഗ്രൂപ്പുകളിലും പേജുകളിലും എല്ലാം ആദ്യം പങ്കുവെച്ചവർ ആണ് ഇവർ എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ഒരു വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. റിബേഷ് രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിലൊക്കെ ഇയാളെ ചോദ്യം ചെയ്ത സമയത്ത് സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ല. എന്നാൽ വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് റിബേഷ് രാമകൃഷ്ണൻ ഈ ഒരു സ്ക്രീൻഷോട്ട് ലഭിച്ചിരിക്കുന്നത് എന്ന് SIT സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവള്ളൂർ സ്വദേശിയായിട്ടുള്ള റിജേഷാണ്, ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള റിജേഷാണ് വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ടുള്ളത്. ഇയാളെയും കഴിഞ്ഞ ദിവസം SIT സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് SIT സംഘത്തിന്റെ തീരുമാനം. ദിലിഷ തിലകനാണ് കോഴിക്കോട്ട് നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.